Dear students, today we are starting our next module, setting up of industrial units. There are so many procedure or process for setting up an industrial unit. The first procedure or steps for setting up of an industrial unit is to generation of project idea or identification of project idea. There are so many sources of ideas such as our own needs, market characteristics, success story of friends and relatives, project profile, etc. After identifying a suitable project, the next step is to screening of the project idea and the selection of best idea among the alternatives. After selecting the project idea, the next procedure is to market and demand analysis. Today we are discussing about market and demand analysis. After a business idea is generated, market and demand analysis is conducted to find out the feasibility of the idea. That means the success of any enterprise depends upon its ability to market its products. The survival of any business depends upon its earning capacity. Earning capacity depends upon volume of sales. Marketing is the only activity which brings revenue, which all other activities involves expenditure. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിലേക്ക് റവന്യൂ കൊണ്ടുവരുന്ന ഏക ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? മാർക്കറ്റിംഗ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് യൂണിറ്റ്, ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് എന്ന് പറയുന്നത് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രൊസീജിയർ ആസ് ഓൾറെഡി സെഡ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രോജക്റ്റ് ഐഡിയ. ഒരുപാട് സോഴ്സിൽ നിന്ന് നമുക്ക് ബിസിനസ് ഐഡിയ കണ്ടെത്താൻ സാധിക്കും. ആ കണ്ടെത്തിയ ഐഡിയകളെല്ലാം സ്ക്രീൻ ചെയ്ത് അതിൽ നിന്നും ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ സെലക്ട് ചെയ്യുക. ആ ഒരു പ്രോജക്റ്റ് ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സെലക്ട് ചെയ്ത പ്രോജക്റ്റ് ഐഡിയയുടെ ഫീസിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് ഈ ഒരു പ്രോജക്റ്റ് സക്സസ് ആവുമോ എന്നുള്ളത് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ സക്സസ് ഓഫ് ദി ഐഡിയ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് എബിലിറ്റി ടു മാർക്കറ്റ്. ആ ഒരു പ്രോജക്റ്റ് ഐഡിയയുടെ മാർക്കറ്റിംഗ് എബിലിറ്റിയാണ് അതിൻ്റെ ഒരു സക്സസിനെ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്താണ് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്ന് നോക്കാം. Before the production actually start, the entrepreneur need to analyze the demand and market for the proposed product. Proposed product means നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രോഡക്റ്റ്. അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആ പ്രൊപ്പോസ്ഡ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അനാലിസിസ് ചെയ്യുക, അതിന് മാർക്കറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇൻ മോസ്റ്റ് കേസ് the first step in project analysis is to estimate the potential size of the market for the product proposed to be manufactured and get an idea about the market share that is likely to be captured. ഏതൊരു പ്രോജക്റ്റ് അനാലിസിസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഡിമാൻഡ് അനാലിസിസ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ പ്രപ്പോസ്ഡ് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് എന്താണെന്ന്, അതിന് ആ പ്രോഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ സൈസ് എത്രയാണ്, മാർക്കറ്റിൽ കിട്ടുന്ന മാർക്കറ്റ് ഷെയർ എത്രയാണ് എന്ന് അനാലിസിസ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട്
പോയിന്റ് ഓഫ് വ്യൂ ആണ് വരുന്നത്. വാട്ട് ഈസ് ദ ലൈക്ലി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ്? ആ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഉണ്ടാകുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്? വാട്ട് ഷെയർ ഓഫ് മാർക്കറ്റ് വിൽ ബി പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് എൻജോയ്? അതായത് നമ്മുടെ ആ ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് എത്ര മാർക്കറ്റ് ഷെയർ ആണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിമാൻഡ് തന്നെയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ഷെയർ എത്രയാണ്? ഈ ഒരു 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഏതിലൂടെ അനാലിസിസ് ചെയ്യുന്നത്? മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസിലൂടെ നടത്തുന്നത്. എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദ എൻട്രപ്രണർ ഷുഡ് ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ് ഫോർ ദ മാർക്കറ്റ് ഫീസിബിലിറ്റി. ആ ഒരു മാർക്കറ്റ് ഫീസിബിലിറ്റിയുടെ ഒബ്ജക്റ്റീവ്, ഈ ഒരു മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ എന്താണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നു? ഡിറ്റർമൈൻ ചെയ്യുന്നു. ദെൻ എ പ്രിലിമിനറി ഡിസ്കഷൻ വിത്ത് കസ്റ്റമേഴ്സ്, റീറ്റെയിലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് എക്സെട്ര ഈസ് ക്യാരിഡ് ഔട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദി കസ്റ്റമർ preference, existing and potential demand, strategy of competitors, practice of distributors, etc. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്, മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സായിട്ടും റീറ്റെയിലേഴ്സായിട്ടും ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ടും കോമ്പറ്റീറ്റേഴ്സൊക്കെ ആയിട്ട് എന്ത് നടത്തുന്നു? ഒരു പ്രിലിമിനറി ഡിസ്കഷൻ നടത്തുന്നു. ഈ ഒരു ഡിസ്കഷനിലൂടെ എന്താണ് കോമ്പറ്റീറ്ററുടെ സ്ട്രാറ്റജി എന്നും ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രാക്ടീസ് എന്താണെന്നും കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് എന്താണെന്നൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിലാക്കാൻ സാധിക്കും. Then next, what are the important steps involved in market and demand analysis? Mainly there are 4 steps involved in the market and demand analysis. They are, first one, analyzing market demand and forecasting demand, understanding the trade practices, then understanding competitive situation, then estimating future change in the volume and pattern of demand and supply. These are the 4 stages involved in market and demand analysis. Okay, the first step is analysis of market demand and demand forecasting. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ അനലൈസ് ദ ഡിമാൻഡ് ഓഫ് ദി പ്രപ്പോസ്ഡ് പ്രോഡക്റ്റ്. പ്രപ്പോസ്ഡ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. ദ പൊട്ടൻഷ്യൽ ഓൺട്രപ്രണർ ഹാസ് ടു അസസ് മാർക്കറ്റ് ഡിമാൻഡ് for the product. Detailed study of the market for determining the size of the demand for the product is known as demand analysis. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ, പ്രപ്പോസ്ഡ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഡിമാൻഡ് അനാലിസിസ് റെഫേഴ്സ് ടു assessment of the willingness and ability of the consumers to buy products or services. ഒരു പ്രോഡക്റ്റ് ഓർ സർവീസസ് വാങ്ങാനുള്ള കസ്റ്റമേഴ്സിൻ്റെ വില്ലിങ്നെസ് പ്ലസ് എബിലിറ്റി, അത് അനാലിസിസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ്. ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് സെയിം മീനിങ് ആണ് അസസ്മെൻറ്റ് ഓഫ് ഡിമാൻഡ്, അസസ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്. നമ്മൾ ഭാവിയിലെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? അസസ് ചെയ്യുന്നു എന്നുള്ളതാണ്. As already stated, market demand analysis is done on the basis of market research or market survey. Then എന്തൊക്കെയാണ് ഈ ഒരു മാർക്കറ്റ് റിസർച്ചിലൂടെ, മാർക്കറ്റ് സർവേയിലൂടെ കളക്ട് ചെയ്യേണ്ടത്? ടോട്ടൽ ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്, സെഗ്മെൻറ്റ് വൈസ് ബ്രേക്കപ്പ് ഓഫ് ദ ഡിമാൻഡ്, ആ പ്രോഡക്റ്റിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ടോട്ടൽ ഡിമാൻഡ് എത്രയാണ്. ദെൻ മാർക്കറ്റിനെ സെഗ്മെൻറ്റായി തിരിച്ചുകൊണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? അനാലിസിസ് ചെയ്യുന്നു. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ഡിമാൻഡ്, ഡിമാൻഡിൻ്റെ ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻകം കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും ഡിമാൻഡിലുണ്ടാകുന്ന വേരിയേഷനെയാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അത് അനാലിസിസ് ചെയ്യുന്നു. ദെൻ ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു കൺസ്യൂമേഴ്സ് സച്ച് ആസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഓൾ ദീസ് ഇൻഫോർമേഷൻസ് ആർ കളക്റ്റഡ് ത്രൂ മാർക്കറ്റ് സർവേ. Then for demand analysis, necessary information is to be collected through
പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഈ ഒരു മാർക്കറ്റ് അനാലിസിസ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് അനാലിസിസ് നടത്താൻ വേണ്ടി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈമറി ഡാറ്റയും കളക്ട് ചെയ്യുന്നു, സെക്കൻഡറി ഡാറ്റയും കളക്ട് ചെയ്യുന്നു. പ്രൈമറി ഡാറ്റ എന്താണെന്ന് നമുക്കറിയാം. പ്രൈമറി ഡാറ്റ കളക്ഷൻ ഈസ് അണ്ടർടേക്കൺ ത്രൂ എ മാർക്കറ്റ് സ്റ്റഡി, മാർക്കറ്റ് സർവേയിലൂടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നും കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് നിന്നും സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് എന്ത് കളക്ട് ചെയ്യുന്നു? ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി ഡാറ്റ collection. Then secondary data collection. Secondary data are collected from information already available, such as the information collected by economic survey or national sample survey reports, പ്ലാനിംഗ് കമ്മീഷൻ റിപ്പോർട്ട്, ഇങ്ങനെയുള്ള എല്ലാ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോഴ്സിൽ നിന്നും നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നു? ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സോഴ്സിലൂടെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് അനാലിസിസ് നടത്തുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് അനാലിസിസ് നടത്തുന്നത്. ദെൻ ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ഡിമാൻഡ് എങ്ങനെയൊക്കെയാണ് അനാലിസിസ് നടത്തുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കുന്നത്. മെയിൻലി there are three methods to forecast the demand. They are qualitative method, quantitative method and casual method. The first one, qualitative method. These are judgmental method in which experts translate the information collected from the primary and secondary data into qualitative estimate. അതായത് ഇത് ഒരു ജഡ്ജ്മെൻ്റൽ ഡാറ്റയാണ്. അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പേർട്സ് അവർ കളക്ട് ചെയ്തിരിക്കുന്ന പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റയുടെ സഹായത്തോടു കൂടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നു? ക്വാളിറ്റേറ്റീവ് എസ്റ്റിമേറ്റ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെത്തേഡിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എക്സ്പേർട്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഇത് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അതായത് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും വെച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് വൺ, ജൂറി ഓഫ് എക്സിക്യൂട്ടീവ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഗീവ് ദെയർ വ്യൂസ് ഓൺ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഓൺ ദ ബേസിസ് ഓഫ് ദെയർ വ്യൂസ് ഡിമാൻഡ് ഈസ് എസ്റ്റിമേറ്റഡ്. ഈ മെത്തേഡിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ട് ഈ ഒരു പ്രപ്പോസ്ഡ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്രയാണെന്ന് എന്ത് ചെയ്യുന്നു? എക്സ്പെക്റ്റഡ് ഡിമാൻഡ് എത്രയാണെന്ന് അവരുടെ വ്യൂ എന്തു പറയുന്നു? എക്സ്പ്രസ് ചെയ്യുന്നു. ആ വ്യൂ വെച്ചുകൊണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആ മെത്തേഡിനെയാണ് നമ്മൾ ജൂറി ഓഫ് എക്സിക്യൂട്ടീവ് മെത്തേഡ് എന്ന് പറയുന്നത്. Second one, Delphi method. This is one of the important method. This method involves collecting information from a group of experts who don't interact face to face. A questionnaire for demand estimation is prepared and mailed to them, and they are asked to express their views. Responses received from them are summarized and sent back to each of the experts along with questions to probe further the reason for views expressed in the first round. This is repeated until all experts arrive at a common demand estimates. ഇവിടെ എന്താ പറയുന്നത്? ഡെൽഫി മെത്തേഡിൽ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് അവരുടെ അടുത്തു നിന്നും ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. അവർ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലൂടെ അല്ല എന്ത് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു. ഒരു ഡിമാൻഡ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്യുകയും അത് ഈ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിന് എന്ത് ചെയ്യുന്നു? മെയിൽ ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു ക്വസ്റ്റിനെയറിലൂടെ ഈ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് അവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ വ്യൂസ് എന്ത് ചെയ്യുന്നു? എക്സ്പ്രസ് ചെയ്യുന്നു. ദെൻ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു മെയിൽ ചെയ്ത ക്വസ്റ്റിനെയറിലൂടെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ സമ്മറൈസ് ചെയ്യുകയും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ബാക്കിയുള്ള എക്സ്പേർട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബാക്കിയുള്ളവർ ഈ മറ്റുള്ളവരുടെ അടുത്ത് കിട്ടിയ ഒപ്പീനിയൻ വെച്ചുകൊണ്ട് ഫർദർ അവരുടെ ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ അവർ സ്വന്തം ഐഡിയ എക്സ്പ്രസ് ചെയ്തു. അതിനുശേഷം മറ്റുള്ളവരുടെ ഐഡിയ കണ്ടുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഐഡിയാസ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ദെൻ ഈ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ ഒരു ഡിമാൻഡ് എസ്റ്റിമേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് അഡ്വൈസസിലൂടെയാണ് ഈ ഒരു ഡെൽഫി മെത്തേഡിൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ദ തേർഡ് മെത്തേഡ് ഈസ് സർവേ മെത്തേഡ്.
This method involves asking the customer's intention to buy the product for the period for which forecast is desired. അതായത് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് സർവേ നടത്തിക്കൊണ്ട് അവർ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള അവരുടെ ഒരു ഇൻറ്റൻഷനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്ന മെത്തേഡാണ് സർവേ മെത്തേഡ്. The second one is quantitative method. These methods are based on the historical time series which is the past trend of the demand. അതായത് പാസ്റ്റ് ട്രെൻഡ് വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ദെൻ അതിൽ പ്രധാനപ്പെട്ട മെത്തേഡ്സ് എന്ന് പറയുന്നത് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. This involves extrapolating the past trend on the future. This why demand can be predicted. അതായത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് വെച്ചുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിനെ എന്ത് ചെയ്യുന്നു, പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതായത് പാസ്റ്റ് പീരിയഡിൽ നല്ല ഡിമാൻഡ് ആയിരുന്നെങ്കിൽ ഇനിയും ഡിമാൻഡ് നല്ലതായിരിക്കും. അങ്ങനെ പാസ്റ്റ് വെച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ എന്ത് ചെയ്യുന്നു, പ്രെഡിക്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, മൂവിങ് ആവറേജ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ഫോർകാസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് പീരിയഡ് റെപ്രസെൻറ്റ് സിമ്പിൾ ആവറേജ് ഓർ വെയ്റ്റഡ് അരിത്മെറ്റിക് ആവറേജ്. അതായത് പാസ്റ്റ് പീരിയഡിലെ ഡിമാൻഡിൻ്റെ ആവറേജ് വെച്ചുകൊണ്ടാണ് ഫ്യൂച്ചറിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ, എക്സ്പൊണൻഷ്യൽ സ്മൂത്തിങ് മെത്തേഡ്. In this method, forecasts are modified in the light of observed errors. അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നിരുന്ന എറേഴ്സ്, അത് സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് ആവാം, ഒബ്സർവ്ഡ് എറേഴ്സ് ആകാം, അതിൻ്റെയൊക്കെ ലൈറ്റിൽ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, ഫോർകാസ്റ്റ് ചെയ്യും. ദെൻ തേർഡ് മെത്തേഡ് ഈസ് കാഷ്വൽ മെത്തേഡ്. In this method, the forecasts are developed on the basis of cause and effect relationships specified in the explicit quantitative manner. അതായത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടാണ് ഈ മെത്തേഡിൽ ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്, ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫാക്ടർ ഇങ്ങനെ ആയാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും, ആ ഒരു രീതിയിൽ അനാലിസിസ് നടത്തിക്കൊണ്ടാണ് ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്, ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അതിലും പ്രധാനമായിട്ട് 3 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് വൺ, ചെയിൻ റേഷ്യോ മെത്തേഡ്. In this method, a series of factors are used to develop demand estimate. ഒരുപാട് ഫാക്ടേഴ്സ് അനാലിസിസ് ചെയ്തുകൊണ്ട് അതിൻ്റെ റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടാണ് ചെയിൻ റേഷ്യോ മെത്തേഡിൽ ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, കൺസംഷൻ ലെവൽ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ഡിമാൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കൺസംഷൻ ലെവൽ. അതായത് കൺസംഷൻ കഴിഞ്ഞ കാലത്തെയോ അല്ലെങ്കിൽ ഇനി വരാനുള്ള കൺസംഷൻ ലെവൽ വെച്ചുകൊണ്ടാണ് ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ കൺസംഷൻ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കോഎഫിഷ്യൻറ്റ് ലൈക്ക് ഇൻകം ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എക്സെട്ര. അതായത് ഇൻകം ഇലാസ്റ്റിസിറ്റിയും പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും ഒക്കെ വെച്ചുകൊണ്ടാണ് കൺസംഷൻ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൺസംഷൻ ലെവൽ വെച്ചുകൊണ്ടാണ് ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്, ഫോർകാസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകത്തിൽ വരുന്ന ചേഞ്ച് ഡിമാൻഡിൽ വരുന്നു. ദെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഡിമാൻഡിൽ എന്ത് വരുന്നു, ചേഞ്ച് വരുന്നു. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് മെത്തേഡ് ഈസ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ മെത്തേഡ്. ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആർ വേരിയബിൾസ് വിച്ച് ചേഞ്ച് ahead of other variables. Hence, observed changes in leading indicator may be used to predict the changes in lagging variables or other variables. അതായത് ചേഞ്ച് ചെയ്യുന്ന ഒരു വാരിയബിൾ, അതിനാണ് നമ്മൾ ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ആ ചേഞ്ച് ചെയ്യുന്ന ഒരു വാരിയബിൾ വെച്ചുകൊണ്ട് മറ്റുള്ള വാരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ളതിനെയാണ് നമ്മൾ ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇങ്ങനെ 3 കാഷ്വൽ മെത്തേഡുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ വെച്ചുകൊണ്ടാണ് ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്, ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്, അനാലിസിസ് ഓഫ് conduct demand analysis and demand forecast. The second method is understanding the competitive situation. Competitive situation requires special attention in the whole exercise of market analysis. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏതെന്ന് പറയുന്നത്, കോമ്പറ്റീറ്റേഴ്സ് അനാലിസിസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? ഹൗ മെനി ഫേംസ് ആർ ഓഫറിംഗ് ദ സെയിം പ്രോഡക്റ്റ്, വാട്ട് ആർ ദെയർ മാർക്കറ്റ് ഷെയർ, what are the strength and weakness of their product,
What kind of consumer image does each product enjoy? What trade practices are the competitors employ? Who are the major customer of each brand? ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റർ? അവർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്തൊക്കെയാണ്? ദെൻ അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണ്? ഇങ്ങനത്തെയൊക്കെ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. The third one is understanding trade practices. Trade practices reveals the mode, means and modalities of serving customers with the product and services. ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റ് സെർവ് ചെയ്യുന്നതിൻ്റെ മോഡ്, മീൻസ്, എങ്ങനെയാണ് നമ്മളത് എന്ത് ചെയ്യേണ്ടത്, സെർവ് ചെയ്യേണ്ടത്, ഏത് മാർഗത്തിലൂടെയാണ് സേവ് ചെയ്യേണ്ടത്, അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ സ്പ്രെഡ് ഓഫ് കസ്റ്റമേഴ്സ് ഓർ ദെയർ ബൈയിങ് ഹാബിറ്റ് or even the nature of the product, it is not feasible for an entrepreneur to reach the customers directly. ഇല്ലേ, ചില കേസിൽ കസ്റ്റമേഴ്സിൻ്റെ സ്പ്രെഡിങ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ബൈയിങ് ഹാബിറ്റ് കൊണ്ടോ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, റീച്ച് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കേസിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മിഡിൽ മാൻ്റെയോ ഹോൾസെയിലേഴ്സിൻ്റെയോ കമ്മീഷൻ ഏജൻസിൻ്റെയോ ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ ആരെ റീച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, കസ്റ്റമേഴ്സിനെ റീച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിവേ, എന്താണ് ട്രേഡിംഗ് പ്രാക്ടീസ്? ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ എന്നുള്ള കാര്യത്തിൽ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. And the fourth one is estimating the future change in the volume and pattern of demand and supply. Possible future changes in the volume and pattern of supply and demand should also be estimated to assess the long run prospects of the unit. നമ്മുടെ ബിസിനസ് യൂണിറ്റിൻ്റെ ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അവരുടെ സെയിൽസ് വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൂടി എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യാം. അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ദീസ് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്. ദേ ആർ അനാലിസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റ്. സെക്കൻഡ് വൺ, understanding the competitive situation. Third one, understanding trade practices. Fourth one, estimating the future changes in the volume and pattern of demand and supply. Okay, thank you.